ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലെമൺ റൈസ് ആണ്. എന്നാൽ ഒട്ടും വൈകാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലെമൺ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ പൊന്നി അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. ലെമൺ റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെന്ത് കുഴഞ്ഞു പോകാതെ ഇതുപോലെ ഒന്നിനോടൊന്നും ഒട്ടാതെയുള്ള ചോറായിരിക്കണം എടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസുമതി അരിയിലും ഈ ലെമൺ റൈസ് തയ്യാറാക്കാം. ഇനി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിലും ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിൽ പൊതുവേ ലെമൺ റൈസ് തയ്യാറാക്കാറില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 വറ്റൽമുളക്, 3 പച്ചമുളക് നെടുകെ കീറിയത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു 5-6 അണ്ടിപ്പരിപ്പ്, കുറച്ച് നിലക്കടല. ഞാനിവിടെ വറുത്ത നിലക്കടലയാണ് എടുത്തത്, അതുകൊണ്ടാണ് ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. നിങ്ങളെടുത്ത് പച്ച കടലയാണെങ്കിൽ നിങ്ങൾ കടുക് വറുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പ്. ഞാൻ ചോറ് ഉണ്ടാക്കുമ്പോൾ ഉപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് ഇപ്പം ചോറിനും കൂടി വേണ്ടിയുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂടോടെ തന്നെ നമുക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു മീഡിയം സൈസിലുള്ള നാരങ്ങയുടെ നീരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ വറവെല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെരുങ്കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്തും ഈ പെരുങ്കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ലെമൺ റൈസ് കുറച്ച് പുളി കൂടുതലാണെന്ന് തോന്നിയാൽ വേവിച്ച് ചോറിട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ലെമൺ റൈസിൻ്റെ കൂടെ കഴിക്കാൻ പൊട്ടറ്റോ ഫ്രൈ കൂടി ഉണ്ടെങ്കിൽ അത് നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി നമുക്കിതൊരു സർവിങ് ഡിഷിലോട്ട് മാറ്റാം. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഞാൻ ഉണ്ടാക്കിയ ഈ ലെമൺ റൈസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പുതിയ വിഭവവുമായി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.